വയനാട് പുനരധിവാസത്തിനായി കൂടുതൽ സ്പോൺസർമാരെ ക്ഷണിച്ച് സർക്കാർ. സ്പോൺസർമാരെ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും. വീട് നിർമ്മാണത്തിന് ത്രികക്ഷി കരാർ കൊണ്ടുവരും. ഏകോപന പ്രവർത്തനങ്ങൾക്കായി സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കാനും തീരുമാനം. വയനാട് പുനരധിവാസത്തിനുള്ള ഓരോ വീടുകൾക്കും 30 ലക്ഷം രൂപ എന്ന നിലയിൽ സർക്കാർ നിജപ്പെടുത്തിയിരുന്നു. ഇതോടെ നിലവിലെ സ്പോൺസർമാർക്ക് നൽകാവുന്ന വീടുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഇതുകൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ താല്പര്യമുള്ള കൂടുതൽ സ്പോൺസർമാരെ തേടുന്നത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും. നിലവിലുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഭാവിയിൽ സ്പോൺസർമാരാകാൻ താല്പര്യമുള്ളവർക്കുള്ള ഓപ്ഷനുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാക്കും. ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനും വെബ്സൈറ്റിലുണ്ടാകും. സ്പോൺസർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ, മറ്റ് അംഗീകാരങ്ങൾ എന്നിവയും നൽകും. സ്പോൺസർഷിപ്പുകൾ മാനേജ് ചെയ്യുന്നതിനായി പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ച സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. വീട് നിർമ്മാണത്തിനും തുടർ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, സ്പോൺസർ, കോൺട്രാക്ടർ എന്നിവർ തമ്മിലുള്ള ത്രികക്ഷി കരാർ ഉണ്ടാക്കാനും തീരുമാനമായി. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 100-ൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗത്തിലാണ് സർക്കാർ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ജനം, തിരുവനന്തപുരം.